ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ. നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു വിഭവമാണെങ്കിലും ഇത് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പച്ചരി നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. ഒരു 2-3 തവണ നല്ല പോലെ കഴുകിയതിന് ശേഷം ഈ പച്ചരി ചെറിയ നനവോട് കൂടെ തന്നെ നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഇട്ടിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ചെറിയൊരു നനവുണ്ട്. ഈ നനവോട് കൂടെ തന്നെ പുട്ടുകുറ്റിയിൽ നിറച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ പുട്ടുണ്ടാക്കാനാണെങ്കിലും പുട്ടുകുറ്റിയിൽ എന്ത് ചെയ്യാനാണെങ്കിലും ആദ്യം പുട്ടുകുറ്റി ഒന്ന് നനച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും അതിനുള്ളിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ആവി കയറ്റിയെടുക്കണം കേട്ടോ. ആവി വരാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റോളം വെക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് പുറത്തെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. നമ്മൾ പുട്ട് ഇങ്ങനെ ബാക്കിലൂടെ കുത്തിയിടുന്ന പോലെ ഇത് ഇടാൻ പറ്റില്ല. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് പുറത്തേക്ക് ഇടണം കേട്ടോ. പിന്നെ നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ ഇന്ന് ഞാൻ റംഷി വ്ളോഗ്സിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. കുറേ ഡിലേ ആയിപ്പോയി, സോറി. അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഈ പച്ചരി പുട്ടുകുറ്റിയിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുക്കാനായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് കുറേശ്ശെ എടുത്തിട്ട് പൊടിച്ചെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് പൊടിക്കരുത് കേട്ടോ. കാരണം അത് ആവി കയറ്റിയതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് പൊടിക്കുമ്പോൾ നമുക്കിതുപോലെ നല്ല പൊടിയായിട്ട് കിട്ടൂല. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നമ്മളൊരു സാധാരണ പുറത്തുനിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയുടെ അതുപോലെയുള്ളൊരു പൊടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുറേശ്ശെ ഇട്ട് പൊടിച്ചാലേ ഇതുപോലെ കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആകെ കട്ട കെട്ടിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഉപ്പുവെള്ളം കുറേശ്ശെ തെളിച്ചിട്ട് നമുക്കിതൊന്ന് നനച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്, പെട്ടെന്ന് തന്നെ വെള്ളം അധികമാവും. കാരണം നമ്മളിത് ആവി കയറ്റിയെടുത്ത അരി പൊടിച്ചെടുത്തതല്ലേ. അപ്പോൾ ഇതാ നമ്മളിത് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി പുട്ടുകുറ്റിയിൽ നമ്മൾ സാധാരണ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പൊടി ഇട്ടിട്ട് ആവി കയറ്റിയെടുക്കാം. നമുക്കിനി പച്ചരി വെച്ചിട്ടും നല്ല പെർഫെക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. സാധാരണ നമ്മൾ പുട്ടുപൊടി വെച്ചിട്ട്, അതായത് പുഴുങ്ങലരി വെച്ചിട്ടുള്ള പുട്ടുപൊടി വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇനി പുട്ടുപൊടി ഇല്ലാത്ത സമയത്താണെങ്കിലും പുഴുങ്ങലരി തലേ ദിവസം വെള്ളത്തിലിടാൻ മറന്നാലൊക്കെ, പുഴുങ്ങലരി നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം പുട്ടുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്ത് പച്ചരി രാവിലെ എടുത്ത് ആവി കയറ്റി ഇതുപോലെ പുട്ടുണ്ടാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ. ഞാൻ കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ തന്നെ ഇതാകെ പൊടിഞ്ഞു പോകുന്നത് കാണിച്ചു തരാം. കണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു പുട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്